guys, welcome back to another video of Junior Commander. അപ്പോൾ നമ്മൾ നോക്കാൻ മൈൻക്രാഫ്റ്റ് ആണ്. എന്നോട് കുറേ പേര് പറഞ്ഞു മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. റെഡ് ഡെഡ് റിഡംഷൻ്റെ പാർട്ട് 2 വീഡിയോ താത്തന് വരുന്നതായിരിക്കും. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ അധികം വാചകം പിടിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. നേരെ വിളിക്ക് കിടക്കാം. ലൈക്ക് സൗണ്ട് മാത്രം ചെയ്യണൊക്കെ. സ്ക്രീൻ വേൾഡ്, ഈ വേൾഡിൽ നമ്മൾ ചീറ്റിങ്സ് ഒന്നും ഉപയോഗിക്കും പോകുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ചീറ്റിംഗ് ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ്. ലോഡിങ് ടൈം മൾട്ടിപ്ലെയർ വീഡിയോ വേണമെങ്കിൽ ഡൂ കമന്റ്. നമുക്ക് ബെഡ് വാഴ്സ് കളിക്കാം. വേണമെങ്കിൽ കൂടെ കളിക്കാം. നമ്മൾ എവിടെ ഒന്ന് സ്പോണായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഗ്ലിച്ചാണല്ലോ ഇതായിട്ടാണ് സ്കിൻ. അങ്ങനെയുണ്ട്. ഹുഡിയും മുണ്ടുമാണ്. നമുക്ക് ആദ്യം തന്നെ 4 വുഡ് വേണം ഗൈസ്. ആക്സിഡേറ്റ് നമ്മൾ വീണ്ടും വുഡ് ഉണ്ടാക്കണം. മൈൻക്രാഫ്റ്റിൻ്റെ ബേസിക്സ് ഒക്കെ എനിക്കറിയാം കേട്ടോ. ഞാൻ ഇത് ഒരു പ്രാവശ്യം ബീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒക്കെ പ്ലാൻസ് 8 16 ക്രാഫ്റ്റിംഗ് ടേബിള്, സ്റ്റിക്ക്. ഇവിടെ പുതിയ റെസിപ്പി വന്നില്ല, സോറി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് സ്പിയർ പുതിയ അപ്ഡേറ്റ് വന്ന കേട്ടോ. സ്പിയർ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം പിന്നെ ക്രാഫ്റ്റ് ടേബിൾ വെട്ടിയെടുത്തോ. നമുക്ക് ഇനിയും കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ തന്നെ ബേസ് സെറ്റ് ചെയ്താലാണ്, അതായിരിക്കും നല്ലത്. കുറേ വുഡ് നമുക്ക് ആവശ്യമുണ്ട്. നാൽപ്പത്തെട്ട് വുഡ്. ഷാക്സ് പൊടുന്ന നമുക്ക് വുഡ് വെത്താൻ കളക്റ്റാട്ടോ. രാത്രിയാകുമ്പോൾ നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഡയമണ്ട് ആക്സ് ഒക്കെ ഒറ്റ അടിക്ക് ചെയ്യുന്നതാണ് ഇങ്ങനെ. നമുക്ക് ഇത്ര മുട്ട് മതിയാവും. നമുക്ക് ഇവിടുന്ന് വേറെ അങ്ങോട്ടൊരു മാറാം ഗൈസ്. ഷീപ്പിനെ പോലത്തെ ഫുഡ് പെക്കേ 3 ചിക്കൻ കിട്ടിയിട്ടുണ്ട്. 3 അല്ല 4 ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് വരാം ഗൈസ്, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ആയിട്ട് ബേസ് സെറ്റ് ചെയ്താലോടാ. കാരണം അവിടെയൊക്കെ കുറേ മരമുണ്ട്, ഒരു കാടുമുണ്ട്. പക്ഷെ എനിക്ക് അതിന് മുമ്പ് ഷീപ്പിനെ കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ കോർഡിനേറ്റ് സേവ് ചെയ്യാം കേട്ടോ. സേവ് ഇട്ടുണ്ട്. 1 2 3 4. ഇങ്ങനെ ആനിമൽസിനെ കാണാറ് വില്ലേജിൻ്റെ അടുത്താന്ന് കേട്ടോ പറയാറ്. എൻ്റെ അടുത്ത് തന്നെ അവിടെയൊക്കെ വലിയ വില്ലേജും കാണും. അറിയില്ല ഗൈസ്. അവിടെ ജംഗിൾ ബാങ്ക് പറ്റടാ. നമ്മളെ ഫസ്റ്റ് ആയിട്ട് ജംഗിൾ ബാങ്ക് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ സോറി. ഇവിടെ അടുത്തായിട്ട് ഞാൻ ഇവിടെ ഷേപ്പ് പോലത്തെ സാധനമൊന്നും കാണുന്നില്ല ഗൈസ്. കുറേ പന്നിക്കുട്ടന്മാർ നിൽക്കാറുണ്ട്. അത് മാത്രമേ ഞാൻ ഇപ്പോൾ തൽക്കാലം കാണുന്നുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഫുഡിന് ഷോർട്ടേജ് വരാൻ നല്ല ചാൻസുണ്ട് ഗൈസ്.
സമുദ്രത്തിൽ ഇറങ്ങി മീനിനെ പിടിക്കാൻ നോക്കിയാലും നോക്കാം ഗൈസ്. സാധാരണ തോന്നുന്നു ഗൈസ്, നമുക്കിവിടെ തന്നെ ബേസ് ബിൽഡ് ചെയ്യാം. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. വേറെ എവിടുന്നേലും കോർഡിനേറ്റ്സ് നോക്കി പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കയറ് വെള്ളം വെച്ച് പിടിച്ചോണ്ട് വരാം ഗൈസ്. അതായിരിക്കും ഒരു നല്ല ഫുഡ്. ആരിലൊക്കെ പോകണമെങ്കിൽ അവിടെ ബേസ് പറ്റി ഇവിടെ ഒട്ടും നല്ലതല്ലേ ഗൈസ്. ഇത് വളരെ നല്ലൊരു ഐഡിയ ഉണ്ടാണ്. ഇവിടെ ആണെങ്കിൽ ഷുഗർ കെയിനൊക്കെ ഉണ്ട് ഗൈസ്. ഫുഡിന് ഷോർട്ടേജ് വരെ ഇവിടെ മീനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇവിടെ. അതും പ്രശ്നമില്ല. എനിക്ക് ഇവിടെ തന്നെ അവിടെ ബേസ് ബിൽഡ് ചെയ്യാം ഗൈസ്. ബേസ് ബിൽഡ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സ്ഥലം നോക്കി ബിൽഡ് ചെയ്യുള്ളൂ. നമുക്ക് ചിക്കൻ വെച്ച ഫാം ഉണ്ടാക്കിയാൽ പിന്നെയും പ്രശ്നമില്ല. ചിക്കനാണെങ്കിൽ സീഡ് കൊടുത്താലും മതി, ചിക്കൻ കിട്ടുകയും ചെയ്യും ഗൈസ്. പന്നി കൊണ്ട് ഫാം ഉണ്ടാകാം നമുക്ക്. അത് വലിയ പ്രശ്നമാണ്. ഫസ്റ്റ് ബേസിനോട് നമുക്ക് കുറേ വുഡിൻ്റെ പ്ലാങ്കിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിലുള്ള വുഡ് മൊത്തം വെച്ച് പ്ലാങ്ക് ഉണ്ടാക്കുക കേട്ടോ. ഒരു സ്റ്റാക്ക് കുറച്ചെടുത്ത് നമുക്ക് ആയുധങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആദ്യം ഒരു സ്റ്റാക്ക് എടുത്ത് നമുക്ക് കുറച്ച് ലോകം ആവശ്യമുണ്ട് ഗൈസ്. ലോകം എന്തിനാന്ന് ചോദിച്ചാൽ ഡൗൺ ലൈൻ ബിൽഡ് ചെയ്യണ്ടേ, അതിന് ഗൈസ്. നമുക്കൊരു 10-12 13 വേണ്ട വരും. 13 പോരെന്ന് ഗൈസ്. ഒരു സ്ഥലത്ത് തന്നെ 5 ബ്ലോക്ക് വെച്ച് നമുക്ക് കുറേ ആവശ്യമുണ്ട്. ഒരു 42 വേണ്ട വരും. 6 ആയിട്ടുണ്ട് കേട്ടോ. 7 8 9 10 11 11 11 ആയില്ലല്ലോ. അതിന് അടുത്തന്നെ 11. നമുക്ക് ഡൗൺലൈൻ ബിൽഡ് ചെയ്യാം. അതിന് നമുക്ക് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ട് ഗൈസ്. കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ടാ. സ്റ്റെയർ ബിൽഡ് ചെയ്യണം ഗൈസ് കോബിൾ സ്റ്റോൺ വെച്ച്. ഇവിടെ ആയിട്ടല്ലേ? ഓക്കെ, ഇവിടെ ആയിട്ട് ഗൈസ്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 1 2 3 4 5 6 ഇവിടെ വെച്ചിട്ട് 1 2 3 4 ഒരു ഇത്രയും വലുപ്പം വേണമായിരിക്കും അല്ലേ. 1 ഇപ്പം എത്രയാടാ? 1 2 3 4 1 2 3 4 5. നമുക്കിത് പൊടിച്ചോളാം. ഓക്കെ എന്നിട്ട് 1 2 3 ഇവിടെ ആയിട്ട് വേണോ? കുറച്ചുകൂടെ താഴത്തി പണി ചെയ്താലോ. കുറച്ച് ഡയറക്റ്റ് എടുക്കാം ഗൈസ്. കുറച്ച് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അതിനൊരു പിക്കാക്സ് ഉണ്ടാക്കട്ടെ. അവിടെ പിക്കാക്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ പിക്കാക്സ് എടുത്തിട്ട് അത്യാവശ്യം കോബിൾ സ്റ്റോണും ആയിട്ടുണ്ട്. എന്നിട്ട് ഈ മഡിൻ്റെ ആവശ്യമുണ്ട്. ഡയറക്റ്റ് എടുത്തിട്ടുണ്ട്. 2 3 4 7 8 9 10
ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് 1 2 3 4 നമുക്കിനി വുഡിൻ്റെ ആവശ്യമുണ്ട് ഗൈസ് തോന്നുന്നു. 1 2 3 5 6 7 8 9 10 11 12 13 ഇവിടെ ആവശ്യമുള്ള അല്ലേ ശരിയായില്ല ഗൈസ്. നമുക്കൊരു വുഡൻ ആക്സിൻ്റെ ആവശ്യം, സ്റ്റോൺ ആക്സ് എടുക്കാം ഗൈസ്. സ്റ്റോൺ ആക്സ് എടുത്തിട്ട് എന്നിട്ട് 1 2 3 തൽക്കാലം ഇത്ര മതി. എന്നിട്ട് ഇവിടുന്ന് നോക്കി എങ്ങനെ എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനി നല്ല പ്ലാങ്കിന് നല്ല ആവശ്യമുണ്ട് കേട്ടോ. പ്ലാങ്കിന് ഇല്ലേ? ഉണ്ട്. ഇപ്പം രാത്രി ഇവിടെ ആണെങ്കിൽ ഒന്നും ആടുമില്ല. ബെഡുണ്ടാക്കാനും പാടാണ് ഗൈസ്. ക്രിയേറ്റീവ് അല്ല. കേസ് ഇവിടുന്ന് നമുക്കിവിടെ ഒരു ഔട്ട്ലൈനും കൂടെ ആവശ്യമുണ്ട് കേസ്. നമുക്കിവിടെ ആയിട്ട് എൻട്രൻസ് പണിയാം കേട്ടോ. മതി കേസ്. എന്നിട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ആണ് നമ്മുടെ സ്റ്റാർട്ടർ ബേസ്. ഇതിനെ കുറച്ച് വലുതായി പോകുന്നുണ്ടോട്ടെ. ഈ ഫുഡ് ആവശ്യമുണ്ടോ? പാതിരത്രയ്ക്ക് അവിടുത്തെ ഫുഡ് കൊണ്ട് കണ്ടുപിടിച്ചോണ്ട് വരാനാ. അയ്യോ, അതൊരു വെല്ലുവിളി വീണാണ് കേസ്. നമുക്ക് രാത്രിയായിട്ട് പണി വാരമുളത്തി കിട്ടി. സോംബീസ് വരും ഗൈസ്. സോറി കോക്ക്വുഡ് തന്നെ വേണം ഗൈസ്. കോക്ക്വുഡ് ഇവിടെ നിന്ന് നമുക്ക് എടുക്കേണ്ട വരും. ഇവിടെ കേവ് കളിക്കല്ലേ, ഇപ്പൊ സോംബീസ് വരും. കോക്ക്വുഡ് വേണം ഗൈസ്. ത്രീ 4 5 6 ഇനി ആവശ്യമുണ്ട്. പതിനാറെണ്ണൊക്കെ തന്നെ ധാരാളമായിരിക്കും തോന്നുന്നു. ഓക്കെ പോണം ഗൈസ് അങ്ങോട്ട്. ഈ ജംഗിൾ പ്ലാങ്ക്സ് അല്ലല്ലോ, മറ്റേ പ്ലാങ്ക്സ്, ഓക്ക് പ്ലാങ്ക്സ്. എടാ കളിക്കല്ലേ, നമുക്ക് ക്രാഫ്റ്റിൻ്റെ കൂടെ വെച്ചുണ്ടാക്കാം ഗൈസ്. ഇനിയിപ്പോൾ അതേ നടക്കുള്ളൂ. വന്നിട്ട് എടാ എനിക്ക് ഓക്ക് പ്ലാങ്ക്സ്, ജംഗിൾ പ്ലാങ്ക്സ് ഞങ്ങൾ എടുത്തു കാണാം ഗൈസ്. 16 മതി. ഇപ്പൊ തൽക്കാലം സോംബീസ് ഒന്നും വന്നിട്ടില്ല ഗൈസ്. ഇനിയും വരാൻ താമസിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
സ്റ്റാർട്ടർ പീസ്. ഇത് റൂഫ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണേ. എന്നൊക്കെ കൊബിൾ സ്റ്റോൺ തന്നെ വേണം ഗൈസ്. റൂഫ് ബിൽഡ് ചെയ്യാൻ കൊബിൾ സ്റ്റോൺ തന്നെ വേണം. എടാ എൻ്റെ പൊന്നോ ഇങ്ങോട്ട് വന്നേ. ഓക്കെ ഇപ്പോൾ പ്രശ്നം തോന്നില്ലേ. ഇവിടെ പോ. എടാ ഞാൻ എൻ്റെ പൊന്നോ ഞാൻ എന്ത് തേങ്ങയാണ്. എനിക്കറിയില്ല ഗൈസ് എല്ലാവരും ബിൽഡ് ചെയ്യാൻ. അതുകൊണ്ടാണ്. വേറെ ഒന്നും വിചാരിക്കല്ലേ. ഒരു 16 വീണ്ടും കിട്ടി. 1 2 3 4. ഇനി ഓക്കെ ഇതെന്നെ മതിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. തോന്നലുകൾ വെറും തോന്നലല്ലാന്നും എനിക്ക് തോന്നുന്നു. അവിടെ രാത്രിയോടെ രാത്രി വെക്കുമ്പോട്ട് പെട്ടെന്ന് ഞാൻ ചെയ്യണം. ഓക്കെ നമുക്ക് റൂഫ് കൊണ്ടുപോകണം. ഇപ്പോൾ ദിവസം കുറച്ച് കൊബിൾസ്റ്റോൺ തന്നെയുള്ള സ്ലാബിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് വേണ്ട കൈവച്ച് പറഞ്ഞ ഓക്കെ. 2 ഡോറിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഡോറ് ബിൽഡ് ചെയ്യാൻ നമുക്കിനി പ്ലാൻസ് വേണം. പ്ലാൻസ് ബിൽഡ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുറച്ച് ഡോറെടുത്ത് ഇവിടെ അവസാനിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഫസ്റ്റ് പേജിൽ ഏകദേശം പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് നമ്മൾ നിങ്ങൾക്ക് എടുത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ നാളെ തന്നെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.